കാലത്ത് കിഴക്കുനിന്നുയർന്ന കുഞ്ഞേ ഉണരൂ എന്ന സ്നേഹവിളിക്ക് കാത് വട്ടം പിടിച്ച് ഉമ്മർത്തെത്തി. കയ്യിലൊരു കാലിക്കൂട് കരുതാൻ നേരാങ്ങളയുടെ നിർദ്ദേശം. നോം നാട്ടിലെത്തി. ഇനി നേരാങ്ങളെ നയിക്കും, ഞാൻ നടക്കും. അങ്കണത്തട്ടിൽ ഒരുങ്ങി നിന്ന കാരണവർ കുടുകുടി ശബ്ദമുണ്ടാക്കി. ഉടനടി യാത്ര തുടങ്ങി. വേനൽ ചൂടിൽ വീഥി വിജനം. ഇപ്പോഴുള്ള ഈ താപകോപം ഭയന്ന് വൈകിട്ട് 4 മണി കഴിഞ്ഞ് ഇന്നാട്ടിലെ നാൽക്കാലി, ഇരുക്കാലി, ഇഴജന്തുക്കൾ അടക്കം പുറത്തിറങ്ങാറുള്ളൂ. നീണ്ട 1 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം നേരിൽ കാണുന്ന സന്തോഷം നേരിട്ട് പങ്കിടാൻ. ലാലേട്ടനെ പോലെ മുണ്ട് മടക്കി കുത്തിയെത്തിയ റോയിച്ചേട്ടനോട് കുശലാന്വേഷണം നടത്തവേ പുള്ളിയുടെ വീടിനകത്തിരുന്ന് ജനാലയിലൂടെ എത്തി നോക്കി തത്തമ്മേ പൂച്ച പൂച്ച എന്ന് ഓളിയിടുന്ന റോയിച്ചേട്ടന്റെ മൂത്ത സന്താനത്തോട് കാലപ്പഴക്കത്തിൽ മാറ്റൊട്ടും മങ്ങാത്ത അവന്റെ ആ പേര് ചൊല്ലിവിളിയിൽ തെല്ലും കൂസലില്ലാതെ ധൈര്യമുണ്ടെങ്കിൽ നേരിട്ട് മുട്ടടാ എന്ന വെല്ലുവിളി മുഴക്കി ഞാൻ അവിടെ അതിവേഗം ബഹുദൂരം മുന്നോട്ട് പോയി. ഇനി അവനെ തല്ലിയ പേരുദോഷം കൂടെ കേൾക്കാനാവതില്ലേ. ആ ഓട്ടം നിലച്ചത് ഈ മാവിന്റെ ചോട്ടിലാണ്. അവിടെ എത്തുമ്പോളാട്ടെ മാവിൻ ചോട്ടിലാകെ മാമ്പഴങ്ങൾ ആളെക്കാത്ത് കിടപ്പാണ്. അണ്ണാറക്കണ്ണൻ രുചിയറിഞ്ഞതും കിളികൾക്ക് കിട്ടാതെ പോയതും ഉറുമ്പ് ചിത്രം വരച്ചതും ഈച്ച നക്കിയതും പാതി ജീർണിച്ചതും പലതിനും വളമായതും അങ്ങനെ പല വകകളും. രാത്രികാലങ്ങളിൽ ഈ മാവിൻ ചോട്ടിലേക്കുള്ള വരവ് പോക്കിനായി കള്ളപ്പന്നികൾ വഴിതെളിച്ചിട്ടിരിക്കുന്നു. ഇതിന്റെ ഇടയിൽ തേക്കിന്റെ തടിയിൽ പിടിച്ചുലച്ച് മാമ്പഴം വീഴ്ത്തുന്ന മായാജാലം കാട്ടി വീണ്ടും വീണ്ടും ഞെട്ടിക്കുന്ന നേരാങ്ങള. എന്നോടുള്ള സ്നേഹക്കൂടുതൽ കൊണ്ടാണോ, ഇനി അതല്ല മാമ്പഴം കൊടുത്തില്ലെങ്കിൽ ഈ മാവിന് ഇവൾ മൂടോടെ പിഴുതെടുത്തങ്ങ് മൈസൂർക്ക് കൊണ്ടുപോകുമെന്ന ഭയം കൊണ്ടാണോ എന്നറിയില്ല. വരും വരായിക കാലേ കൂട്ടിക്കണ്ട് കയ്യിൽ ചകിരിമാങ്ങ നിറച്ച് നീട്ടി നീട്ടി നേരാങ്ങള മാതൃകയാകുന്നു. ആഹഹ, എന്തൊരു സ്നേഹം! ഇത്രമേൽ ഉയരത്തിൽ നിന്ന് ഊക്കോടെ വീഴുന്ന മക്കളെ ചിന്നാതെ ചിതറാതെ കാക്കാൻ മുത്തശ്ശിമാവ് തന്നെ നേരത്തെ ഒരുക്കി വെച്ച കരിയിലമെത്ത പ്രകൃതിയുടെ കരുതലും കാവലും വെളിവാക്കുന്നു. ഈ കടുത്ത വേനലിലും വിരിഞ്ഞു നിൽക്കുന്ന വേലിപ്പടക്ക പൂവിനും അപ്പുറം, നല്ല കാലം മുഴുവൻ ഇരുന്ന് പണിയെടുത്ത് വിശ്രമകാലവും ഇരുന്ന് തീർക്കുന്ന റബ്ബർ ചിരട്ടയ്ക്കും അപ്പുറം, എന്റെ കുട്ടിക്കാലം ഈ മാമ്പഴത്തോളം മധുരമുള്ളതാക്കിയ മുത്തശ്ശിമാവ് തന്റെ പേരക്കിടാവിനെ അടുത്തു കണ്ട സന്തോഷ നിർവൃതിയിൽ മനം മറക്കാതെ മിണ്ടാതെ നിന്ന് മന്ദഹസിക്കുന്നു. പക്ഷേ ആ മന്ദഹാസം അധിക നേരം അവിടെ നിന്ന് ആസ്വദിക്കാനാവും മുമ്പേ പുലമ്പൽ നിർത്തി പുരയ്ക്ക് പോയി പണിയെടുക്കാൻ പടികയറി വന്ന പകലോൻ കണ്ണിൽ നോക്കി പറഞ്ഞു, കിട്ടിയ മാമ്പഴങ്ങൾ കൂട്ടിലാക്കി കുണുങ്ങി കുണുങ്ങി നടക്കാൻ ഇനി നേരമില്ല. കാരണം ഇപ്പൊ വന്നാൽ കൂടെ പോരാമെന്ന താക്കീതോടെ എനിക്ക് മുന്നേ നേരാങ്ങളെ കുതിരപ്പുറത്ത് കയറി കുടുകുടു വച്ചു. ഇനി വീട്ടിലെത്തിയിട്ട് ബാക്കി അംഗം. അപ്പൊ ശരി, ഉടനെ കാണാം. ഇറ്റ്സ് മീ ഹസീന ഫ്രം എറാസ് കാസിൽ.